500 രൂപയുടെ ഫോണിൽ എന്തോരം ഗെയിം അറിയോ? കൊണ്ടുപോയി കളയടാ. നമുക്ക് മുടി ഒന്നുകൂടെ സ്ട്രേറ്റൻ ചെയ്താ. ഇവന് വയറിന് കാര്യമായിട്ട് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. 1 മണിക്കൂറായില്ലേ ബാത്റൂമിൽ കയറിയിട്ട്. സാറയ്ക്കും എന്തോ അസുഖമാണെന്നാ തോന്നുന്നേ. അസുഖത്തിലും എന്തൊരു പൊരുത്തമല്ലേ? ഒന്നുമല്ല, രണ്ടുപേരും ആകെ മൂഡ് ഔട്ടാ. കോഫി ഷോപ്പിലെ ഇൻസിഡന്റ് ആവശ്യമില്ലാത്തൊരു സംഭവമായി പോയി. വെറുതെ ശരിക്കും നമ്മൾ കാരണം അവൻ കോഫി ഷോപ്പിൽ വന്നതും ഈ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായതും. എന്ത് സമാധാനമായിട്ട് കഴിഞ്ഞിരുന്നവരാ. എന്തൊരു പൊരുത്തമായിരുന്നു. നമ്മൾ കാരണം എന്തിനെനിക്കിങ്ങനെ ഒരു ജന്മം തന്നു എനിക്കറിയില്ല. നമ്മൾ കാരണം ഉണ്ടായ പ്രശ്നം നമ്മൾ തന്നെ തീർക്കുന്നു. ഓക്കെ? അതെ, നമ്മുടെ വക ഒരു പാർട്ടി, പിന്നെ 3 days ടൂർ. ഇപ്പം തന്നെ കാര്യം അറിയിച്ചേക്കാം. ജീവാ മതിയടാ, ഇറങ്ങ്. ജീവാ, ഇതെന്തോന്നൊരു വെറൈറ്റി ശബ്ദം. ജീവാ, ജീവാ വാ തുറന്ന് എന്തെങ്കിലും പറ. ചേച്ചി, ജീവാ മരുന്ന് വല്ലോ മേടിക്കണോ? ജീവാ, എടാ അവന് വയറ്റിന് തീരെ വയ്യെന്ന് തോന്നുന്നു. ശബ്ദമൊക്കെ ഒരുമാതിരി വെറൈറ്റി ആയിട്ട് കേൾക്കുന്നു. കേട്ടോ ജീവാ? മച്ചമ്പി കുറ്റിയെടുക്കാൻ വയ്യടേ. വരുന്നടാ ഇപ്പഴെങ്കിലും വാ കൊണ്ട് മിണ്ടിയല്ല. സാറാമോ, ജീവാ ജീവാ തുറക്കടേ. എന്തോന്നിങ്ങനെ നീ വെറുതെ ആളിനെ പേടിപ്പിച്ചല്ലോ. പേടിക്കാൻ തോന്നിക്കുന്നു. അല്ല അതല്ല, എനിക്ക് ഭയങ്കര തലവേന. എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണോ? നേരെ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്. ഇവൾക്ക് വേറെ വേദനയും 10 മാസം കഴിയുമ്പോ നിനക്കൊരു കൊച്ചു തലവേദനയും അല്ലേ? ഒരു 5 വർഷത്തേക്കെങ്കിലും കുട്ടികളൊന്നും വേണ്ടാന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. അതെന്താ ഭരണം മാറണോ? ഡേഡേ കളി വിട്. ജീവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം? എന്ത് പ്രശ്നം? ഞങ്ങൾ കുറച്ചായി ശ്രദ്ധിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഡിസ്റ്റർബ്ഡ്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ. അളിയ സത്യം പറ, ഞങ്ങൾ ഇവിടുന്ന് പോണോടാ. എന്തോന്നീ പറയുന്നത്? ഇന്നലെ കൂടെ ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സമയം പോയി അറിഞ്ഞിട്ടില്ല അല്ലേ? ആ പിന്നെ ഇന്നലെ രാത്രി ഒരു 8-8:30 അല്ലേ? ഓക്കെ, അത് വിടൂ. ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ ചോദിച്ചു, അതവിടെ കഴിഞ്ഞു. കഴിഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ചു ദിവസം നിന്റെ ഫോട്ടോ എടുത്തവും ഇവരുടെ കോഫി ഷോപ്പും ഒക്കെ മാറ്റിവെച്ച് സന്തോഷമായ ഒരു യാത്ര. നിങ്ങളുടെ ഒളിച്ചോട്ടമോ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയില്ല. ഇവരുടെ ഒളിച്ചോട്ടമെങ്കിലും നമ്മൾ അടിച്ചങ്ങ് പൊളിക്കുന്നു. എഗ്രീഡ്? ഓ എഗ്രീഡ് അല്ലേ? ആ എഗ്രീഡ്. ഗ്രേറ്റ് ന്യൂസ്. ഡാഡിയാ ഫോൺ ചെയ്തേ. എല്ലാം സോൾവ് ആയി. എന്നെ അൻവറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. പറ്റുമെങ്കിൽ ഇന്നേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷെ ഇന്നിനിപ്പോ എങ്ങനെയാ? ഐ തിങ്ക് നാളത്തെ ഈവനിങ് ഫ്ലൈറ്റ് അല്ലേ ഉള്ളൂ. ഈവനിങ് എങ്കിൽ ഈവനിങ്. നെഞ്ചിന്നൊരു വലിയ കല്ലെടുത്ത് പുറത്തു വെച്ചോളുണ്ട്. കുടുംബമൊന്നും വേണ്ട, ഇവരെ പോലെ ഒറ്റയ്ക്ക് ജീവിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻ വിളിച്ചപ്പോ എന്താ ഒരു സന്തോഷം. അതിപ്പോ എങ്ങനെയാടാ? ഞങ്ങൾ ഇവരെ പോലെ ആവൂ? ഇതൊരു അപൂർവ ലവ് സ്റ്റോറി അല്ലേ? എടേ, നീയൊക്കെ നാളെ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. എന്താണ് പെട്ടെന്ന്? എനിക്കവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ബോംബെയിലെ ലാസ്റ്റ് നൈറ്റ് നമ്മളെല്ലാം കൂടെ അടിച്ചങ്ങ് പൊളിക്കുന്നു. അപ്പൊ കള്ള് ഈ കോഴിയുടെ വക.